സോ ഇക്കോളജിക്കൽ പിരമിഡിലെ രണ്ടാമത്തെ പിരമിഡാണ് പിരമിഡ് ഓഫ് ബയോമാസ്. സോ പിരമിഡ് ഓഫ് നമ്പർ കഴിഞ്ഞ് അടുത്താണ് പിരമിഡ് ഓഫ് ബയോമാസ്. സോ ടോട്ടൽ വെയ്റ്റ് ഓഫ് ദ ഓർഗാനിസത്തിൻ്റെ ടോട്ടൽ വെയ്റ്റ് പെർ യൂണിറ്റ് ഏരിയ, അതിനെ വിളിക്കുന്ന പേരാണ് ബയോമാസ്. സോ ആ ബയോമാസിനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാണ് സക്സസീവ് ട്രോഫിക് ലെവൽ എന്നുണ്ടെങ്കിൽ ഒരു ഇക്കോസിസ്റ്റത്തിൽ പിരമിഡിൻ്റെ ഫോമിൽ അതാണ് പിരമിഡ് ഓഫ് ബയോമാസ്. സോ ടോട്ടൽ വെയ്റ്റ് ഓഫ് ഓർഗാനിസത്തിൻ്റെ ടോട്ടൽ വെയ്റ്റ് ഇൻ്റെ യൂണിറ്റ് ഏരിയ, ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു ടോട്ടൽ വെയ്റ്റ് ഓഫ് ദ ഓർഗാനിസം എടുത്ത് ഇക്കോസിസ്റ്റത്തിൽ അതിനെ പിരമിഡ് ഫോമിൽ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പിരമിഡ് ഓഫ് ബയോമാസ് കിട്ടുന്നത്. അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പിരമിഡ് ഓഫ് നമ്പറിൽ ഓർഗാനിസത്തിൻ്റെ നമ്പറാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ അവരുടെ ടോട്ടൽ വെയ്റ്റാണ്, ഓർഗാനിസത്തിൻ്റെ ടോട്ടൽ വെയ്റ്റ്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫ്രഷ് വെയ്റ്റ് ഉണ്ട്, ഡ്രൈ വെയ്റ്റ് ഉണ്ടെന്ന്. അതിൽ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വെയ്റ്റ് എന്ന് പറയുന്നത് ഡ്രൈ വെയ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ പിരമിഡ് ഓഫ് ബയോമാസ് നമുക്ക് നോക്കാം. സോ സക്സസീവ് ട്രോഫിക് ലെവലിൽ ഒരു ഇക്കോസിസ്റ്റത്തിൽ പിരമിഡിൻ്റെ ഫോമിൽ ടോട്ടൽ വെയ്റ്റ് അല്ലെങ്കിൽ ബയോമാസ് ഇൻ എ യൂണിറ്റ് ഏരിയ ഓരോ ഓർഗാനിസത്തിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പിരമിഡ് ഓഫ് ബയോമാസ് കിട്ടുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ ഇക്കോസിസ്റ്റം എടുത്താലും ഈ സക്സസീവ് ട്രോഫിക് ലെവലിൽ മോസ്റ്റ് ഓഫ് ദ ഇക്കോസിസ്റ്റത്തിലും പിരമിഡ് ഓഫ് ബയോമാസ് അപ്രൈറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പിരമിഡ് ഓഫ് നമ്പറും മോസ്റ്റ് ഓഫ് ദ ഇക്കോസിസ്റ്റം, നമ്മൾ ഗ്രാസ് ലാൻഡും ഫോറസ്റ്റൊക്കെ പറഞ്ഞു, അതിലൊക്കെ കൂടുതലും മെജോറിറ്റി നമുക്ക് എന്താണ് കിട്ടിയത്? അപ്രൈറ്റ് ആണ്. ഇതുപോലെ തന്നെ പിരമിഡ് ഓഫ് ബയോമാസും മോസ്റ്റ് ഓഫ് ദ ഇക്കോസിസ്റ്റത്തിലും അപ്രൈറ്റ് ആണ്. സോ നമുക്ക് അത് നോക്കാം എന്താണെന്ന്. പ്രൈമറി പ്രൊഡ്യൂസർ. സോ പ്രൈമറി പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ്സ്, അതിനെ കൺസ്യൂം ചെയ്യുന്ന പ്രൈമറി കൺസ്യൂമേഴ്സ് PC, അതിനെ കൺസ്യൂം ചെയ്യുന്ന സെക്കൻഡറി കൺസ്യൂമർ, അതിനെ കൺസ്യൂം ചെയ്യുന്ന ടെർഷ്യറി കൺസ്യൂമർ. ഇവരുടെയൊക്കെ ട്രോഫിക് ലെവലുകൾ. സോ ട്രോഫിക് ലെവൽ 1, 2, 3, 4. ഇനി ഇവരുടെയൊക്കെ വെയിറ്റ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ പ്രൈമറി പ്രൊഡ്യൂസർ ആയ പ്ലാന്റ്സിൻ്റെ വെയിറ്റ്, ഡ്രൈ വെയിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സ്ക്വയർ, ആ വെയിറ്റ് ആണ് 8091. സോ ഇത്രയും വെയിറ്റ് ആണ് നമ്മുടെ പ്രൈമറി പ്രൊഡ്യൂസറിൻ്റെ ബയോമാസ്, അതായത് ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ഓർഗാനിസം ഇൻ എ യൂണിറ്റ് ഏരിയ. സോ ഒരു യൂണിറ്റ് ഏരിയയിൽ ആ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ഓർഗാനിസം ആണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ, പ്രൈമറി പ്രൊഡ്യൂസറായ പ്ലാന്റ്സിൻ്റെ ടോട്ടൽ വെയിറ്റ്. അത് ഡ്രൈ വെയിറ്റ്, ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ആണ് നമ്മൾ പറഞ്ഞ പ്രൈമറി പ്രൊഡ്യൂസറിന് 809. അതേസമയം പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡ് ട്രോഫിക് ലെവലിലുള്ള പ്രൈമറി കൺസ്യൂമറിൻ്റെ വെയിറ്റ്, ഡ്രൈ വെയിറ്റ് എത്രയാണ് നോക്കിയേ? വളരെയധികം കുറഞ്ഞു. ഇതിനേക്കാൾ എത്രയോ കുറഞ്ഞു നോക്കി? 37. അതേപോലെ അതിനെ കൺസ്യൂം ചെയ്യുന്ന സെക്കൻഡറി കൺസ്യൂമർ, തേർഡ് ട്രോഫിക് ലെവലിലുള്ള ആ സെക്കൻഡറി കൺസ്യൂമർ കാർണിവോർ, അതിൻ്റെ ഡ്രൈ വെയിറ്റ് നോക്കിയേ 11 ആണ്. അതുപോലെ തന്നെ ഇതിനെ കൺസ്യൂം ചെയ്യുന്ന ടെർഷ്യറി കൺസ്യൂമർ ആയിട്ടുള്ള ടോപ്പ് കാർണിവോർ, അതിൻ്റെ ഡ്രൈ വെയിറ്റ് എത്ര നോക്കിയാൽ 1.5. സോ ടോട്ടൽ വെയിറ്റ് നോക്കുമ്പോൾ പ്രൈമറി പ്രൊഡ്യൂസറിൻ്റെ ബയോമാസ് ആണ് ഏറ്റവും കൂടുതൽ. അതിനേക്കാളും കുറവാണ് പ്രൈമറി കൺസ്യൂമറായ ഹെർബിവോറിൻ്റെ, അതിനേക്കാളും കുറവാണ് സെക്കൻഡറി കൺസ്യൂമറായ കാർണിവോർ, അതിനേക്കാളും കുറവാണ് ടോപ്പ് കാർണിവോറിൻ്റെ ഡ്രൈ വെയിറ്റ്. സോ നമ്മൾ സക്സസീവ് ട്രോഫിക് ലെവലിൽ പോകും തോറും ഈ ബയോമാസ് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. സോ മോസ്റ്റ് ഓഫ് ദ ഈ പറഞ്ഞ പിരമിഡ് ഓഫ് ബയോമാസ് നമുക്ക് അപ്രൈറ്റ് ആയിട്ടാണെന്ന് പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ബയോമാസ് സക്സസീവ് ട്രോഫിക് ലെവലിൽ കുറഞ്ഞു വരികയാണ്. ഏറ്റവും കൂടുതൽ ബയോമാസ് നമ്മൾ നേരത്തെ പറഞ്ഞ പിരമിഡ് ഓഫ് നമ്പർ പോലെ തന്നെ പ്രൈമറി പ്രൊഡ്യൂസറിലാണ് ഏറ്റവും കൂടുതൽ. ആ ഡ്രൈ വെയിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സ്ക്വയറിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡ്രൈ വെയിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ വെയിറ്റ് എവിടെ ബയോമാസ് ആർക്കാണ്? പ്രൈമറി പ്രൊഡ്യൂസർ അഥവാ പ്ലാന്റ്സിനാണ്. അതിനേക്കാളും കുറവാണ് അടുത്ത ട്രോഫിക് ലെവൽ, അതിനേക്കാളും കുറവാണ് അടുത്ത ട്രോഫിക് ലെവൽ, അതിനേക്കാളും കുറവാണ് അടുത്ത ട്രോഫിക് ലെവൽ. സോ ഈ ബയോമാസും ഓരോ സക്സസീവ് ഹയർ ട്രോഫിക് ലെവലിലും കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ പിരമിഡ് ഓഫ് ബയോമാസ് മെജോറിറ്റിയും എങ്ങനെയാണ്? അപ്രൈറ്റ് പൊസിഷനിലാണ്. സോ ഇത് അപ്രൈറ്റ് പിരമിഡ് ഓഫ് ഫോറസ്റ്റ് ഇക്കോസിസ്റ്റമാണ്. ഒരു ഫോറസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുന്ന അപ്രൈറ്റ് പിരമിഡാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. സോ പ്ലാന്റ്സ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സാണ്. അടുത്തത് അവരെ കൺസ്യൂം ചെയ്യുന്ന ബേർഡ്സ്, ഹെർബിവോഴ്സ്, അവരെ കൺസ്യൂം ചെയ്യുന്ന പാരസൈറ്റ്സ് ഓൺ ബേർഡ്സിൽ കാണുന്ന ആ പാരസൈറ്റ്സ് കാർണിവോഴ്സ്. സോ ഇതൊക്കെ എങ്ങനെയാണ് കാണിക്കുന്നത്? അപ്രൈറ്റ് പൊസിഷനാണ്. സോ ഒരു ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിലും നമ്മുടെ അപ്രൈറ്റ് പിരമിഡാണ് കാണിക്കുന്നത്. അതേസമയം സർട്ടൻ എക്സെപ്ഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞു.
നമ്മുടെ പിരമിഡ് ഓഫ് നമ്പറിന് പറഞ്ഞ പോലെ തന്നെ പിരമിഡ് ഓഫ് ബയോമാസിനും ചില എക്സെപ്ഷൻ ഉണ്ട്. സോ ചില പിരമിഡ് ഓഫ് ബയോമാസ് എപ്പോഴും അപ്പറേറ്റ് ആവണമെന്നില്ല. ചില ഇക്കോസിസ്റ്റം, ഫോർ എക്സാമ്പിൾ ഇത് ഒരു ഇൻവേർട്ടഡ് പിരമിഡിന് എക്സാമ്പിളാണ്. എക്സാമ്പിൾ ഡീപ്പ് വാട്ടർ ബോഡി. സോ ഡീപ്പായിട്ടുള്ള വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ സീ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവേർട്ടഡ് ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. ലേക്ക് ഇക്കോസിസ്റ്റം, ഡീപ്പ് വാട്ടർ ബോഡി, സീ, അവിടേക്ക് എന്താണ് പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവേർട്ടഡ് ആണ്. ബിക്കോസ് അവിടെ നോക്കിയേ, നമ്മുടെ പ്രൈമറി പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് പ്ലാന്റ്സ്. അതാരാണ്? ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണ്. ഫൈറ്റോ പ്ലാങ്ക്ടൺ, വളരെ ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള ഫൈറ്റോ പ്ലാങ്ക്ടൺ. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രൈമറി കൺസ്യൂമർ, ഇത് പ്രൈമറി പ്രൊഡ്യൂസർ, ഇത് പ്രൈമറി കൺസ്യൂമർ. സോ ഇതാണ് ഫൈറ്റോ പ്ലാങ്ക്ടൺ. പ്രൈമറി കൺസ്യൂമർ ആരാ? ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സൂ പ്ലാങ്ക്ടൺ. സോ ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ്, ആ ഫൈറ്റോ പ്ലാങ്ക്ടൻ്റെ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത് നോക്കി എത്രയാണ്? 4. സോ സ്റ്റാൻഡിങ് ക്രോപ്പ് 4 ആണ് ഈ ഫൈറ്റോ പ്ലാങ്ക്ടനെ. അതിനെ കൺസ്യൂം ചെയ്യുന്ന സൂ പ്ലാങ്ക്ടൺ ആരാണ്? പ്രൈമറി കൺസ്യൂമർ ആണ്. അവരുടെ നമ്പർ നോക്കി 21. സോ ഇവിടെ ഇൻവേർട്ടഡ് പിരമിഡ് ആണ് കാണിക്കുന്നത്. സോ ഇവിടെ കൂടുതൽ സ്റ്റാൻഡിങ് ക്രോപ്പ് ആർക്കാണ്? സൂ പ്ലാങ്ക്ടൺ ആണ്. സോ ഷോർട്ട് ലിവ്ഡ് ആയ പ്രൊഡ്യൂസേഴ്സ് ആയ ഫൈറ്റോ പ്ലാങ്ക്ടനെ, അതായത് സ്റ്റാൻഡിങ് ക്രോപ്പ് ഓഫ് ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ വളരെ കുറവാണ്. ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ? ബയോമാസ് ഓഫ് സൂ പ്ലാങ്ക്ടൺ, ലാർജ് സ്റ്റാൻഡിങ് ക്രോപ്പ് ഓഫ് സൂ പ്ലാങ്ക്ടൺ, ഷോർട്ട് ലീവ്ഡ് ഫൈറ്റോ പ്ലാങ്ക്ടൺ ആയ പ്രൊഡ്യൂസറായ ഫൈറ്റോ പ്ലാങ്ക്ടനേക്കാളും കൂടുതലാണ് സൂ പ്ലാങ്ക്ടൺ. സോ ഇത് ഷോർട്ട് ലീവ്ഡ് ആണ് ഫൈറ്റോ പ്ലാങ്ക്ടൺ. ഇതിൻ്റെ ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞാൽ ആ സ്റ്റാൻഡിങ് ക്രോപ്പ്, അതിൻ്റെ സ്റ്റാൻഡിങ് ക്രോപ്പ് വളരെ കുറവും, എന്നാൽ സൂ പ്ലാങ്ക്ടൺ, ഇതിനെ കൺസ്യൂം ചെയ്യുന്ന സൂ പ്ലാങ്ക്ടൺ, അതിൻ്റെ സ്റ്റാൻഡിങ് ക്രോപ്പ് കൂടുതലുമാണ് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ. സോ അങ്ങനത്തെ പിരമിഡ് നമ്മുടെ ഡീപ്പ് വാട്ടർ ബോഡീസ്, സീ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ലേക്ക് ഇക്കോസിസ്റ്റത്തിലൊക്കെ എന്താണ്? ഇൻവേർട്ടഡ് പിരമിഡാണ് എക്സെപ്ഷനായിട്ട് പറയുന്നത്. സോ നോർമലി എല്ലാ മെജോറിറ്റി ഓഫ് ഇക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാലും പിരമിഡ് ഓഫ് ബയോമാസ്, അതായത് ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ഓർഗാനിസം ഒരു യൂണിറ്റ് ഏരിയയിൽ, അത് നമ്മൾ ഹയർ ട്രോഫിക് ലെവലിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അത് അപ്രൈറ്റ് ആയിട്ടാണ് കാണിക്കുക. സക്സസീവ് ട്രോഫിക് ലെവലിൽ ആ ബയോമാസ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും മെജോറിറ്റി. അതേസമയം നമുക്ക് ഡീപ്പ് വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ സീ അല്ലെങ്കിൽ നമ്മുടെ ലേക്ക് ഇക്കോസിസ്റ്റം അവിടെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ പിരമിഡ് ഓഫ് ബയോമാസ് നേരെ തിരിച്ചാണ്, ഇൻവേർട്ടഡ് പിരമിഡായിട്ട് കാണുന്നത്. അവിടെ ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള ഫൈറ്റോ പ്ലാങ്ക്ടൺ ആയ പ്രൈമറി പ്രൊഡ്യൂസർ അവരെക്കാളും കൂടുതൽ നമ്പർ, ഇതാണ് വളരെ കുറച്ചുള്ള, അവരെക്കാളും കൂടുതൽ സ്റ്റാൻഡിങ് ക്രോപ്പ് ആർക്കാണ് ഉണ്ടാവുക? അവരെ കൺസ്യൂം ചെയ്യുന്ന സൂ പ്ലാങ്ക്ടൺ, അവർക്കായിരിക്കും കൂടുതലായിട്ട് സ്റ്റാൻഡിങ് ക്രോപ്പ് കാണുക. സോ ഇതാണ് പിരമിഡ് ഓഫ് ബയോമാസ്.